ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് നോക്കാം സിമ്പിൾ സെൻറ്റൻസ് ദാറ്റ് വിൽ കം ഇൻ ഹാൻഡ്ലി ഡ്യൂറിങ് വേരിയസ് കുറേ പ്രൊഫഷണൽ ഇൻട്രാക്ഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സെൻറ്റൻസ് വരുന്നത്. നോക്കാം. ഗ്രീറ്റിംഗ് സമ്മൺ, നമ്മൾ ഒരാളെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ഗുഡ് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, ഹൗ ആർ യു ടുഡേ. അപ്പം നമ്മൾ ഒരാളെ വിഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഗ്രീറ്റിംഗ്സ് നമ്മൾ ഒരാളെ വിഷ് ചെയ്യുന്നത് എങ്ങനെ, ഗ്രീറ്റിംഗ് സമ്മൺ നമ്മൾ രാവിലെ ആണോ ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ ഏത് സമയം നോക്കിയിട്ട് നമ്മൾ പറയും. എന്നിട്ടുള്ള ഇപ്പോൾ ഹൗ ആർ യു ടുഡേ എന്ന് ചോദിക്കും. ഇൻട്രൊഡ്യൂസിങ് യുവർ, നമ്മളെത്താൻ നമ്മളിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഹായ്, മൈ നെയിം ഈസ്, യുവർ നെയിം, ഐ വർക്ക് ആസ് യുവർ പ്രൊഫഷൻ. നമ്മുടെ പേര് പറയാം, നമ്മുടെ പേര് എന്തുവാണ്, പിന്നെ നമ്മുടെ പ്രൊഫഷൻ എന്തുവാണ്, അതുപോലെ നമ്മൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐ മൈ നെയിം ഈസ് സ്വാതി, ഐ ആം വർക്കിംഗ് ആൻ IT ഫീൽഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതുപോലെ. ആസ്കിങ് സമ്മാൻ നെയിം, നമ്മൾ ഒരാളുടെ പേര് ചോദിക്കുന്നതിന് മേ ഐ ആസ്ക് യുവർ നെയിം, നിങ്ങളുടെ പേര് ഞാൻ ചോദിക്കുക എന്നുള്ള രീതിയിൽ പറയും. ഗിവിങ് യുവർ കോൺടാക്ട് ഇൻഫർമേഷൻസ് ഒക്കെ ഒരാൾക്ക് എങ്ങനെ കൊടുക്കും. കുഡ് യു പ്ലീസ് പ്രൊവൈഡ് മീ വിത്ത് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ടോപ്പിക്. നമ്മൾ നിങ്ങളുടെ പറ്റി നിങ്ങൾ കൂടുതലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് തരുമോ എന്ന രീതിയിലാണ് നമ്മൾ അതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ. റിക്വസ്റ്റ് റിക്വസ്റ്റ് എങ്ങനെ ചെയ്യുന്നത്. കുഡ് യു പ്ലീസ് പ്രൊവൈഡ് മീ വിത്ത് മോർ ഡീറ്റെയിൽസ് അബൌട്ട്, കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ പറയുമോ എന്നുള്ള രീതിയിൽ നമ്മൾ റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഒന്ന് പറയുമോ എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഇനി മേക്കിംഗ് ചെറിയ സംസാരമൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യും. വാസ് യുവർ വീക്കെൻഡ്, നമ്മൾ അങ്ങനെ ചെറുതായിട്ട് അവസാനിപ്പിക്കുന്നതിന് നിങ്ങളുടെ വീക്കെൻഡ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ ചോദിക്കുന്നത്. ഓഫറിങ് അസിസ്റ്റൻറ്റ്, നമ്മൾ ഒരു ഹെൽപ്പിനൊക്കെ ഓഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്. ഈസ് ദെയർ എനിത്തിങ് ക്യാൻ ഐ ഹെൽപ്പ് യു വിത്ത് ഇറ്റ്, ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ, ഞാൻ നിങ്ങളെ സഹായിക്കണോ എന്ന രീതിയിൽ നമ്മൾ ചോദിക്കാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഷെഡ്യൂളിങ് എ മീറ്റിംഗ്, നമ്മൾ മീറ്റിംഗ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യും. വെൻ ഈസ് എ കോൺവെർസേഷൻ ടൈം ഫോർ അസ് ടു മീറ്റ്, നമുക്ക് എപ്പോഴാണ് കോൺവെർസേഷന് സമയം കിട്ടുക, മീറ്റ് ചെയ്യുന്ന സമയം നമുക്ക് എപ്പോഴാണ് കിട്ടുക. നമ്മൾ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ മീറ്റിംഗ് ഡിസ്കസ് ചെയ്യത്തില്ല, അപ്പോൾ അതാണ് അക്സെപ്റ്റിംഗ് ആൻ ഇൻവിറ്റേഷൻ. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതെങ്ങനെ ചെയ്യും. താങ്ക് യു ഫോർ യുവർ ഇൻവൈറ്റിംഗ് മീ, ഐ വുഡ് ബി ഡെഡിക്കേറ്റഡ് ടു അറ്റൻഡ് ദ. അപ്പോൾ നമ്മൾ പറഞ്ഞോ താങ്ക് യു ഫോർ, നിങ്ങൾ എന്നെ വിളിച്ചതിന് സന്തോഷമുണ്ട്. ആദ്യം നമ്മൾ നന്ദി പ്രകടിപ്പിക്കുക, എന്നിട്ട് എനിക്ക് അവിടെ വരാനായിട്ട് ഭയങ്കര ഒരു സന്തോഷമാണ്, ഞാൻ അവിടെ വരും എന്ന രീതിയിൽ നമ്മൾ ഒരാളോട് പറയുമല്ലോ, അതുപോലെ. അപ്പോൾ അവർ വിളിച്ച ഇൻവിറ്റേഷൻ നമ്മളെ സ്വീകരിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി ഡിക്ലൈനിങ് ഒരു ഇൻവിറ്റേഷൻ നമ്മൾ ഡിക്ലൈൻ ചെയ്യാം. ഐ അപ്രീഷിയേറ്റ് ദാറ്റ് ഇൻവിറ്റേഷൻ, നിങ്ങൾ എന്നെ വിളിച്ചത് എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ആം ഏബിൾ ടു അറ്റൈൻ, എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന രീതിയിൽ നമ്മൾ പറയാം. നിങ്ങൾ വിളിച്ചത് വളരെ സന്തോഷമോ, പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് വരാൻ പറ്റില്ല, എന്തെങ്കിലും റീസൺ പറയാം. റിക്വസ്റ്റിംഗ് ക്ലാരിഫിക്കേഷൻ, നമ്മൾ ക്ലാരിഫിക്കേഷന് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അത് റിക്വസ്റ്റ് ചെയ്ത് അവരോട് ഇങ്ങനെ തിരിച്ച് ഒന്നുകൂടി ചോദിക്കുകയാണ്. ഐ ആം സോറി, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ്, ഐ ഡിഡ്ന്റ് ക്വൈറ്റ് ക്യാച്ച് ഇറ്റ്. നിങ്ങൾ പറഞ്ഞത് സോറി, എനിക്ക് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല, ദയവായി ഒന്നുകൂടി പറയുമോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ ചോദിക്കുക. പിന്നെ ഡിസ്കസിങ് ഗോൾ ആൻഡ് അച്ചീവ്മെൻറ്റ്, നമ്മുടെ ഗോളും അച്ചീവ്മെൻറ്റും ഒക്കെ നമ്മൾ എങ്ങനെ ഒരാളോട് ഡിസ്കസ് ചെയ്യും. വാട്ട് ആർ അവർ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഫോർ ദ പ്രോജക്റ്റ് മീറ്റിംഗ്, പ്രോജക്റ്റ് മീറ്റിംഗ് നമ്മൾ എന്തായിരിക്കണം പ്രോജക്റ്റ് വേണ്ടി ചെയ്യേണ്ടത്, എന്തായിരിക്കും നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ്, നമ്മൾ എന്താ അങ്ങനെ ചെയ്യേണ്ടത് എന്ന രീതിയിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുക. പ്രസൻറ്റിങ് ഐഡിയാസ് ഓർ സജഷൻ, നമ്മളൊരു ഐഡിയയും സജഷൻസും ഒക്കെ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ എങ്ങനെയാണ്. ഐ ഹാവ് ആൻ ഐഡിയ സജഷൻ ദാറ്റ് മൈറ്റ് ബി വർത്ത് കൺസിഡറിങ്, എൻ്റെ കാര്യത്തിൽ ഒരു ഐഡിയയും ഉണ്ട്, അത് ചിലപ്പോൾ വർക്കൗട്ട് ആയേക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരാളോട് പറയുമോ, നീ വിഷമിക്കുന്നെങ്കിൽ ഒരു ഐഡിയ ആണ്, ഇത് വർക്കൗട്ട് ആവും, ഈ സജഷൻ നോക്കിയേ എന്നൊക്കെ നമ്മളോട് പറയത്തില്ല, അതുപോലെ നമുക്ക് പറയാം. ആസ്കിങ് ഫോർ ഫീഡ്ബാക്ക്, നമ്മൾ ഒരു അഭിപ്രായം ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് മൈ പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ, ഞാനൊരു പ്രപ്പോസൽ പ്രസൻറ്റേഷൻ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചോദിക്കില്ല, ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ടായിരുന്നു, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഓക്കെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ അഭിപ്രായം ചോദിക്കില്ല, ഫീഡ്ബാക്ക് അതാണ്. പിന്നെ അറേഞ്ചിങ് വിത്ത് സമ്മാൻ ഒപ്പീനിയൻ, അഗ്രിങ് വിത്ത് സമ്മാൻ ഒപ്പീനിയൻ, ആരെങ്കിലും നമ്മളോട് ഒരു അഭിപ്രായം ചോദിക്കുക, നമ്മളത് അംഗീകരിക്കുക. ആരെങ്കിലുമൊക്കെ ഒപ്പീനിയൻ പറയുമ്പോഴത്തേക്കും നമ്മളത് അംഗീകരിക്കുക. എങ്ങനെ ചെയ്യും. ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത്, ഞാൻ ഈ പറഞ്ഞതിന് ഞാൻ നിന്നോട് യോജിക്കുന്നു,
രീതിയിൽ വരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ 15ഓളം പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിന് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.